സുഹൃത്തുക്കളെ, നമുക്ക് സ്റ്റാർട്ടപ്പ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരിക ഡൽഹി, ബാംഗ്ലൂർ അല്ലെങ്കിൽ മുംബൈ ഒക്കെയാണ്. എന്നാൽ അങ്ങനെയല്ല. ഐഡിയ ബസിന്റെ ഈ വേദിയിൽ ടിയർ 2, ടിയർ 3 സിറ്റികളിൽ നിന്ന് പോലും ഒരുപാട് ആളുകൾ അവരുടെ ഐഡിയയുമായിട്ട് വന്നിട്ടുണ്ട്. ഇന്നും അതുപോലെ തന്നെ ഒരു ചെറിയ നഗരത്തിൽ നിന്നും വലിയ ഐഡിയയുമായിട്ട് ഈ വേദിയിലേക്ക് നമ്മുടെ അടുത്ത ഐഡിയ ബസ് വരികയാണ്. വൃന്ദ. പാർട്ടി അല്ലെങ്കിൽ പാൻട്രി, വാട്ട് ടു ഡ്രിങ്ക് ഈസ് ഓൾവേസ് എ ഡെയിലി ഡെലുമ. കൂൾ ഡ്രിങ്ക്സ് ആണെങ്കിൽ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ ലേബിൾ പഠിക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നും? ലാബില് എക്സ്പെരിമെന്റ് ചെയ്യുന്ന പോലെ. ഇൻവേർട്ട് ഷുഗർ, സുക്രലോസ്, നാച്ചുറൽ ഇൻ കളർ ഫ്ലേവറിംഗ്, ആർട്ടിഫിഷ്യൽ ഫ്ലേവറിംഗ് ആൻഡ് ദ ലിസ്റ്റ് ഈസ് ഗോസ് വൺ ആൻഡ് വൺ. പേരാണെങ്കിൽ കൂൾ ഡ്രിങ്കിന്റെ ആണ്, ബട്ട് ഇറ്റ് കം കെമിക്കൽ ബോംബ്. സോഫ്റ്റ് ഡ്രിങ്ക്സ് ലോഡഡ് വിത്ത് ഷുഗർ, എനർജി ഡ്രിങ്ക് ടേസ്റ്റ് ലൈക്ക് കപ്പ് സിറപ്പ്, മോക്ടെയിൽസ് ലുക്സ് ഫാൻസി ഫോർ ഷോ, സീറോ റിയൽ ഫ്രൂട്ട്സ്. ഒന്നുകിൽ ടേസ്റ്റിൽ കോംപ്രമൈസ്, ഇല്ലെങ്കിൽ ഹെൽത്തിനെ ബാധിക്കും. അതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു സ്വിസിൽ. സ്വിസിൽ ഇത് 100% നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. നോ ആർട്ടിഫിഷ്യൽ ഫ്ലേവറിംഗ്, നോ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ്. ഇന്ത്യയുടെ ഗോ ടു ഡ്രിങ്ക്. ഇതിലുണ്ട് കോക്ടെയിലിന്റെ കൂൾനെസ്, ഒപ്പം സോഡയുടെ ഫ്രഷ്നെസ്സും. രണ്ടിലും ഇത് ടോപ്പ് ക്ലാസ് ആണ്. ഇത് കോൾഡ് ഡ്രിങ്ക് അല്ല, ശരിക്കും കൂൾ ഡ്രിങ്ക് ആണ്. ഇനിയിപ്പോ അത് ഡാൻസ് പ്രോഗ്രാം ആയാലും ശരി, ഡിന്നർ പ്രോഗ്രാം ആയാലും ശരി, അല്ലെങ്കിൽ മീറ്റിംഗ്, അല്ലെങ്കിൽ കോളേജിന്റെ ക്യാൻറ്റീൻ, എല്ലാ ക്രൗഡിലും ഉണ്ടാവും ഫിറ്റ് ഇൻ. ഇനി നിങ്ങൾക്കിത് പാർട്ടിയിൽ മിക്സ് ചെയ്യുകയും ചെയ്യാം. ഹെൽത്തിന് ന്യൂട്രീഷനുമായിരിക്കും. നിങ്ങൾ സ്വീറ്റ് ടൂത്തോ അല്ലെങ്കിൽ കാലറി കൗണ്ടിംഗ് പ്രോവോ, സ്വിസൽ ഈസ് നോട്ട് ജസ്റ്റ് ഫോർ സംവൺ. സ്വിസൽ ഈസ് ഫോർ ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് അസ്. സോ ടൈറ്റൻസ്, സ്വിസലിനെ ഇന്ത്യയുടെ ഗോ ടു ഡ്രിങ്കായി മാറ്റാൻ ഇന്ന് ഞങ്ങളുടെ ആസ്ക് 50 lakhs ഫോർ 4.5% ഓഫ് ഇക്വിറ്റി. പറയൂ, നിങ്ങൾ സ്വിസലിന്റെ കൂടെ ചിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഈ സ്വിസിലിന്റെ ജേർണി എങ്ങനെ, എവിടെ വെച്ചാണ് തുടങ്ങിയത്? സോ ഈ ജേർണി തുടങ്ങിയത് കോളേജിന് ശേഷമാ. ഐ മൂവ് ടു ബാംഗ്ലൂർ ആൻഡ് ഞാൻ സ്വന്തമായിട്ട് ഒരു റെസ്റ്റോറന്റ് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഐ ഹാഡ് പാഷൻ ടുവേർഡ്സ് മിക്സ് ഓൾജിയൻ കളറി. അതിനുശേഷം എന്റെ ബ്രദർ ഒരു പാർട്ടി നടത്തുന്നുണ്ടായിരുന്നു, ഹൗസ് വാമിംഗ് പാർട്ടി. ഞാനാണ് ഫുഡും ബിവറേജസും എല്ലാം റെഡിയാക്കിയത്. എല്ലാവർക്കും ബിവറേജസ് ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ എല്ലാരും ചോദിച്ചു, ഇതെന്താ പാക്കേജിൽ കിട്ടാത്തേന്ന്? ടീല് നിങ്ങൾ ഉണ്ടാക്കി തന്നു, പക്ഷെ ഞങ്ങൾ എങ്ങനെ ഇത് പുറത്തുനിന്ന് കുടിക്കും? സോ അവിടെ നിന്നാണ് ഞങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയത്. ഞങ്ങൾ എന്തുകൊണ്ട് ഒരു ബിവറേജ് തുടങ്ങിക്കൂടാന്ന്, അതായത് ഷെൽഫിൽ വെക്കാൻ വേണ്ടിയിട്ട്. സ്വിസിൽ ഐഡിയ അങ്ങനെയാണ് തുടങ്ങിയത്. എന്റെ ഈ ജേർണി, അതായത് പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് ജേർണി, അതിന്റെ കിച്ചണിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ബേസിക്കലി ഞങ്ങളുടെ ലക്ഷ്യം എന്താന്ന് വെച്ചാൽ ഒരു ബിവറേജ് സ്റ്റാർട്ട് ചെയ്യണം. അത് ഡെയിലി ബേസിസിൽ കൺസ്യൂമും ചെയ്യണം, അതായത് ഫ്രൂട്ട്സിലും ഹെർബ്സിലും ചെയ്യണം. അല്ലാതെ നമ്മളെ കൊണ്ട് പഠിക്കാൻ പറ്റാത്ത നമ്പേഴ്സിൽ തുടങ്ങണം. പിന്നുള്ള കാര്യം എന്താന്ന് വെച്ചാൽ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും. ഏകദേശം 1-2 ആഴ്ചയിൽ വെക്കാം. അത് നന്നായിട്ടിരിക്കും, അതിനൊരു കുഴപ്പവും വരില്ല. ഹെൽപ്ലെസ് ആയിട്ട് ഇത് എങ്ങനെ വിൽക്കും എന്നുള്ള കാര്യമായിരുന്നു ഏറ്റവും കഷ്ടമുള്ളത്. ഒരു വലിയ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഞങ്ങൾക്ക് പ്രോഡക്റ്റ് ഡെവലപ്പേഴ്സിൽ നിന്ന് കിട്ടി. അവർ പറഞ്ഞത് ശരിയാണ്, കാരണം അവരുടെ കയ്യിൽ മുഴുവൻ റിസർച്ചും ഉണ്ട്, മുഴുവൻ R&D ടീമും ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും വലിയ വലിയ കമ്പനികൾക്ക് ചെയ്യാൻ പറ്റാത്തത് നിങ്ങൾ എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചു. ഞങ്ങൾ ഒരുപാട് എക്സ്പെരിമെന്റ്സ് ചെയ്തു, ഒരുപാട് പ്രോസസ്സ് ഫോളോ ചെയ്തു. അങ്ങനെ ചെയ്ത് മൾട്ടിപ്പിൾ ട്രയൽസിന് ശേഷം 2 years കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഫൈനൽ പ്രോഡക്റ്റ് ഞങ്ങൾക്ക് കിട്ടിയത്. പ്രോഡക്റ്റിനെ ഇംപ്രവൈസ് ചെയ്തു, അതിനുശേഷം B2C മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തു. നിങ്ങൾ നേരിട്ട വെല്ലുവിളികളെ പറ്റി കൂടി ഒന്ന് പറയൂ. ബിസിനസ്സിൽ പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ട്, പക്ഷേ പേഴ്സണൽ ലൈഫിൽ പ്രോബ്ലംസ് വന്നു. ഇനിഷ്യലി ഞങ്ങളുടെ ഫാമിലി സമ്മതിച്ചില്ല, അതായത് എന്റെ അച്ഛൻ അതിന് സമ്മതിച്ചില്ല. അതൊരു പ്രോബ്ലം ആയിരുന്നു. പക്ഷെ ചേട്ടൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. പിന്നെ വേറൊരു കാര്യം ഉണ്ടായി, ലിറ്റിൽ പേഴ്സണൽ, ഒരുപാട് പേഴ്സണൽ ആണ്. അത് ബേസിക്കലി എന്താ നടന്നെന്ന് വെച്ചാൽ, അതായത് ഞങ്ങൾ ഞങ്ങളുടെ ഫസ്റ്റ് റൗണ്ട് റേസ് ചെയ്യാൻ നേരത്ത് ഒരു ഇൻവെസ്റ്റർ ടേം ഷീറ്റ് സൈൻ ചെയ്തതിനു ശേഷം വേണ്ടെന്ന് പറഞ്ഞു, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. അതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ, സോ ബേസിക്കലി കാരണം എന്താന്ന് വെച്ചാൽ ഞാനൊരു പെണ്ണാണ്.
ഹേർഡ് മീ എ ലിറ്റിൽ ബട്ട് ദെൻ ഞാൻ ആക്ച്വലി അവർ അങ്ങനെയാണോ പറഞ്ഞത്? അവരെന്താ പറഞ്ഞെന്ന് വെച്ചാ നാളെ നിങ്ങൾക്ക് ചിലപ്പോ കല്യാണമാവും, അതുവരേക്കും വെറുതെ ഒരു ടൈം പാസ്. ഹോബിയാണല്ലേ? ആ, അതെ hobby. ഹോബിയാണ് Correct, ഹോബി. correct. ഓ, പക്ഷെ ഇന്ന് ഈ പരിപാടി കാണുമ്പോൾ നിങ്ങൾ എത്രമാത്രം സീരിയസ് ആണെന്ന് അവർ മനസ്സിലാക്കും. അല്ലല്ല, ഇവർ ബ്രാൻഡ് സിസിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഐഡിയ ബാസിന്റെ സ്റ്റേജിൽ. എന്നാ പിന്നെ ആദ്യം ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. sure. Nicely chilled. Thank you. ഐ തിങ്ക് ദേശി ലെമനേഡ് ഇസ് റോക്കിംഗ്. Thank you. ദേശി ലെമനേഡ് അല്ലേ? ആ, ദേശി ലെമനേഡ് ഇസ് വെരി നൈസ്, നോ? Absolutely. ശരി, ആദ്യം ഒരു കാര്യം പറയൂ, ഇത് മാർക്കറ്റിൽ എനിക്ക് എത്രയ്ക്ക് കിട്ടും? സോ ഈ ഒരു ക്യാൻ 80 റുപ്പീസ് ആണ് വില. 18? 80. 80? അത് ശരി. 18 രൂപയ്ക്ക് എങ്ങനെ കിട്ടാനാ? അതായത് ഞാൻ റോട്ടിലൂടെ നടന്നു പോകാണെന്ന് വെച്ചോളൂ. അങ്ങനെ ഞാൻ നടന്നു പോകുമ്പോ റോട്ടിൽ വെച്ച് ലെമനേഡ് വിൽക്കില്ലേ, അത് എനിക്ക് എത്ര രൂപയ്ക്ക് കിട്ടും? അത് ഏകദേശം ഒരു 50 രൂപയ്ക്ക് കിട്ടും. ഏകദേശം 50 രൂപയ്ക്ക് കിട്ടുമല്ലേ? ശരി, ഇപ്പൊ നിങ്ങളിത് 80 രൂപയ്ക്ക് വിൽക്കുന്നില്ലേ? അതിൽ നിങ്ങളുടെ ലാഭം എത്രയാണ്? ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റിനെ അപേക്ഷിച്ച് ഫോർ ദ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അബൌട്ട് 35%. ഇതൊന്ന് ബ്രേക്കപ്പ് ചെയ്ത് പറയാവോ? അതായത് റീറ്റെയിലർക്ക് എത്ര കിട്ടുന്നു, ഡിസ്ട്രിബ്യൂട്ടർക്ക് എത്ര കിട്ടുന്നു, പിന്നെ സ്റ്റോക്കേഴ്സിന് ഇവർക്കൊക്കെ എത്ര കിട്ടുന്നു? ജനറലി ഇപ്പൊ നോക്കുകയാണെങ്കിൽ ക്വിക്ക് കൊമേഴ്സ് ബാങ്കിങ് പാർട്ട്നേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യുന്നു, അവർക്ക് ഞങ്ങൾ 35% മാർജിൻ കൊടുക്കുന്നു. പിന്നെ ഡിസ്ട്രിബ്യൂട്ടർ ലെവലിൽ നിന്ന് 20 മുതൽ 25% റീറ്റെയിലർക്ക് പോകുന്നു. ഓൾമോസ്റ്റ് 5 to 7% ഗോസ് ടു ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. പിന്നെ 3% സൂപ്പർ സ്റ്റോക്കിസ്റ്റിന്റെ കയ്യിലുണ്ടാവും. സോ ഞങ്ങളുടെ ബില്ലിംഗ് പ്രൈസ് നോക്കുകയാണെങ്കിൽ 52 റുപ്പീസ്. പിന്നെ ഇതിൽ പ്രധാനമായിട്ട് കാർബണേറ്റ് ബീവറേജസിന് 40% ടാക്സ് ആണ് കൊടുക്കുന്നത്. സോ ഞങ്ങളുടെ ബില്ലിംഗ് പ്രൈസ് നോക്കുകയാണെങ്കിൽ 37.14 റുപ്പീസ് പ്ലസ് ടാക്സസ്. സോ ഞങ്ങളുടെ കറന്റ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് വന്നിട്ട് 23 റുപ്പീസ്. സോ ഞങ്ങൾക്ക് കിട്ടുന്നത് 35% കറന്റ് മാർജിൻ. ബട്ട് വൺസ് വി സ്കെയിൽ, തീർച്ചയായും ഞങ്ങൾക്ക് കോസ്റ്റ് അബൌട്ട്സ് ഡ്രാസ്റ്റിക്കലി ഞങ്ങൾക്ക് കുറയ്ക്കാൻ കഴിയും. ആൻഡ് വി വിൽ ബി അറ്റ് എ ഗ്രോസ് മാർജിൻ ഓഫ് 60%. ഞങ്ങൾ എപ്പോഴും എന്താ ആലോചിക്കുന്നതെന്ന് വെച്ചാൽ മിനിമം ലോസസിൽ വർക്ക് ചെയ്യണം. സോ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ ഏപ്രിലില് ഞങ്ങളുടെ ലെവൽ എന്തായിരിക്കും എന്ന് വെച്ചാൽ MRR ഓഫ് 1.1 crore ആയിരിക്കും. മാനുഫാക്ചറിങ് എവിടെയാ ചെയ്യുന്നത്? സോ മാനുഫാക്ചറിങ് ഞങ്ങൾ 2 പാർട്ടായിട്ട് ചെയ്യുന്നത്. ഒന്ന് ഫ്ലേവർ എക്സ്ട്രാക്ഷൻ, അത് ഞങ്ങളുടെ ഇൻഹൗസ് മാനുഫാക്ചറിങ്. പിന്നെ ഞങ്ങളുടെ സെക്കൻഡ് പാർട്ട് ഓഫ് മാനുഫാക്ചറിങ് ബേസിക്കലി അത് കാർബണേറ്റിംഗ് ആൻഡ് ബോട്ടിലിംഗ്, അതൊരു തേർഡ് പാർട്ടിയാണ് സോ ചെയ്യുന്നത്. നിങ്ങൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് എത്രയാണ് പണം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്? ഞങ്ങൾ ഏകദേശം റേസ് ചെയ്തിരിക്കുന്നത് ഓൾറെഡി 90 lakhs ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ കറന്റ് റൗണ്ടിന് മുമ്പ്. ഇപ്പോഴത്തെ ഞങ്ങളുടെ കറന്റ് റൗണ്ട് ടോട്ടലി 2 CR, അതിൽ 1.5 CR ഓൾറെഡി കമ്മിറ്റഡ് ആണ്, അതായത് ഈ അക്കൗണ്ടിൽ. പിന്നെ 50 lakhs ഞങ്ങൾ നിങ്ങൾ ഇതിൽ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്? ഈ ഫ്ലേവർ ഏകദേശം ഞങ്ങൾ ഒരു 7 lakh ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ശരി, ഇനി നിങ്ങളുടെ സെയിൽസിനെയും ചാനൽസിനെയും കുറിച്ച് ഒന്ന് പറയാം. ബേസിക്കലി ഞങ്ങളുടെ മേജർ ചാനൽ നോക്കിയാല് നിങ്ങൾ ചോദിച്ചത് ബേസിക്കലി വെൻഡിംഗ് മെഷീൻ ആണ്. സോ ഞങ്ങളുടെ കയ്യിൽ 2000 വെൻഡിംഗ് മെഷീൻ ഉണ്ട്. കറന്റ്ലി ഞങ്ങൾ ക്യൂബ് കോമേഴ്സിലുണ്ട്. വി ആർ ലൈവ് ഓൺ ബിഗ് ബാസ്ക്കറ്റ്. അടുത്ത ആഴ്ച ഞങ്ങൾ ഇൻസ്റ്റാമാർട്ടിൽ ലൈവ് പോവാ. പിന്നെ സെപ്റ്റോയിൽ പ്രോസസ് ചെയ്തോണ്ടിരിക്കുക. സോ ക്വിക്ക് കോമേഴ്സ് ഞങ്ങളുടെ സെക്കൻഡ് സെഗ്മെന്റ്. തേർഡ് ഈസ് ഒറേക്ക. വേറെ മൾട്ടിപ്പിൾ പ്ലേയേഴ്സ് ഉണ്ട്. ഏകദേശം 300 ഒറേക്ക ക്ലയൻസ് ഉണ്ട്. ഓൾറെഡി ഉണ്ടോ? അതെ 300 ഉണ്ട് plus? ഞങ്ങൾ. അതെ ഓൾറെഡി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ബിസിനസിന്റെ സൈസ് എത്രയാ? ബേസിക്കലി ഇപ്പൊ ഞാൻ 30 lakhsന്റെ ബ്രേക്കപ്പ് പറയുകയാണെങ്കിൽ അതിൽ 40% ഞങ്ങളുടെ വെൻഡിംഗ് മെഷീന് വരുന്നുണ്ട്. പിന്നെ അടുത്ത 30% വരുന്നത് ഒറേക്ക. ടോട്ടൽ 70% ഈ 2 സെഗ്മെന്റ് മുഖേന വരുന്നു. അത് മാത്രമല്ലാതെ ഞങ്ങൾ കൂടുതൽ പോപ്പപ്പ് ഇവന്റ്സ് ചെയ്യുന്നുണ്ട്. അവിടെ ഞങ്ങൾ ഞങ്ങളുടെ ബ്രാൻഡ്സും ഷോക്കേസ് ചെയ്യുന്നു. Sure. പിന്നെ അനദർ 15% അവിടെ നിന്നാണ് വരുന്നത്. അതുകൂടാതെ ഇ കോമേഴ്സ് ആൻഡ് ഞങ്ങളുടെ പ്രോഡക്ട്സ് ഞങ്ങൾ റീറ്റെയിലും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പെപ്പ് ബോട്ടിൽ ഞങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെ പോകുന്നുണ്ടെന്ന് നോക്കാൻ വേണ്ടി ചെയ്യുന്നതാ. സോ അനദർ 5% കമ്മിങ് ഫ്രം ദെയർ. സന്ദേശ് സാർ, നിങ്ങൾ പറയൂ, നിങ്ങളുടെ നാട്ടിൽ ഇതൊക്കെ എങ്ങനെ സാധ്യമാകുന്നു? എന്റെ നാട്ടില് ചാറ്റ് മസാല ഐറ്റം ഒന്നും വരാറില്ല. ഇതിന്റെ ടേസ്റ്റ് കൊള്ളാം, പക്ഷെ പ്രൈസ് പോയിന്റ് കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു. ആക്ച്വലി മാസ് മാർക്കറ്റിനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പിറ്റ് ബോട്ടിൽ എന്തിനാ കൊണ്ടുവന്നെന്ന് വെച്ചാൽ ഒരു അഫോർഡബിൾ പ്രൈസ് പോയിന്റ് ഉണ്ടാവണം. അതായത് 30 രൂപ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ശരി മേടിക്കല്ലോ. ശരി ശരി, ഈ 30 റുപ്പീസിന്റെ ബോട്ടിൽ എത്ര ml ഉണ്ടാവും? 250 ml. 250 ml. അപ്പോ ഇതിന്റെയോ? ഇത് 250 ml ആണ്. നിങ്ങൾ ആക്ച്വലി ക്യാനിന് വേണ്ടി മാത്രം 50 രൂപ ചാർജ് ചെയ്യുന്നുണ്ട്. ml കൗണ്ട് സെയിം ആണ്. ക്യാനിന് മാത്രം 50 രൂപ ചാർജ് ചെയ്യുന്നു. അധികമാവുക?
സോ പ്രൊഫസർ റിച്ച, നിങ്ങൾ കൺസ്യൂമർ എക്സ്പീരിയൻസിൽ ഒരു എക്സ്പെർട്ട് ആണല്ലോ. അപ്പോൾ നിങ്ങൾ പറയൂ, ഇത് രണ്ടിന്റെയും അതായത് എക്സ്പീരിയൻസിൽ എത്ര വ്യത്യാസമുണ്ട്? എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ക്യാൻസ് ആയിരിക്കും ജനങ്ങൾ പ്രിഫർ ചെയ്യുന്നത്, കാരണം അതിന്റെ പ്രീമിയംനെസ് വേറെയാണ്. പക്ഷെ നിങ്ങളുടെ പ്രൈസ് ഡിഫറൻസ് ജസ്റ്റിഫൈഡ് അല്ല, കാരണം ടൈറ്റൻസ് നിങ്ങളോട് നല്ല ചോദ്യങ്ങളാണ് ചോദിച്ചത്. അതായത് നിങ്ങളുടെ കോസ്റ്റ് 10 റുപ്പീസ് ആണ് അല്ലേ? ഈ ബോട്ടിലിനും നിങ്ങൾക്ക് കോസ്റ്റ് ഉണ്ടല്ലോ അല്ലേ? ശരി, ഇതിനൊരു 10 രൂപയാണെന്ന് പറഞ്ഞ് 10 രൂപ ആഡ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് മാനുഫാക്ചറിംഗിൽ ഡിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞു, അതൊരു 4.5 രൂപ ആഡ് ചെയ്യാം. ശരി, ഞാൻ അതൊരു റൗണ്ട് ഓഫ് ആക്കി 15 രൂപയാക്കി ഇടാം. അപ്പോൾ 30 + 15 റുപ്പീസ് 45 റുപ്പീസ് ആയി. നിങ്ങൾ 80ക്കാണ് സെല് ചെയ്യുന്നത്. വാട്ട് എക്സ്പെൻസസ് റിമൈൻ? അതാ ഞാൻ പറയുന്നത്, ഞങ്ങളുടെ ക്യാൻസ് ഉണ്ടല്ലോ അത് കേരളത്തിലാണ് ചെയ്യുന്നത്. അപ്പൊ ആ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഞങ്ങൾ ആഡ് ചെയ്യണം. സോ എക്സ്പെൻസ് അധികം ആവുകയാണ്. പക്ഷെ ഞങ്ങളുടെ പെറ്റ് ബോട്ടിൽസ് നോക്കുവാണെങ്കിൽ അത് ഞങ്ങൾ ബാംഗ്ലൂരിലാണ് ചെയ്യുന്നത്. ഞങ്ങൾ ബാംഗ്ലൂർ ബേസ്ഡ് ആയതുകൊണ്ട് ഇതിൽ മൾട്ടിപ്പിൾ കോസ്റ്റ് ഇല്ലേ, അത് ഡെഫിനറ്റ്ലി ആഡ് ചെയ്യും. പക്ഷെ ഇവൻച്വലി നിങ്ങൾ സ്കെയില് 50 മുതൽ 60 രൂപയ്ക്ക് വരെ അതെ, അങ്ങനെ Exactly, yes, ഓക്കെ, നമുക്കെന്നാ മാർക്കറ്റ് ഡിമാൻഡ് കൂടി ഒന്ന് നോക്കാം. നിങ്ങളുടെ വോട്ടിംഗ് മീറ്റേഴ്സ് നിങ്ങളുടെ കയ്യിലുണ്ട്. യെസ് ഓർ നോ ബട്ടൺ അമർത്തിക്കൊണ്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ പ്രൊഡക്റ്റിന് എത്ര മാർക്കറ്റ് ഡിമാൻഡ് ഉണ്ട് എന്ന് അറിയിക്കൂ. നിങ്ങളുടെ സമയം ഇതാ ആരംഭിക്കുന്നു. %17 ആളുകൾക്ക് ഇത് ആവശ്യമില്ല എന്നാണ് തോന്നുന്നത്. നിങ്ങളുടെ ആസ്ക് എത്രയാണെന്ന് ഒരു തവണ കൂടി ഒന്ന് പറയൂ. നിങ്ങൾക്ക് എന്താണ് സോ വേണ്ടത്? ഞങ്ങളുടെ ആസ്ക് 50 lakhs for 4.5% ഓഫ് ഇക്വിറ്റി അവർ കമ്പനി. താങ്ക് യു സോ മച്ച്. അപ്പോഴേക്കും ബസ് അമർത്തി കഴിഞ്ഞു. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്നോ, നിങ്ങൾ രണ്ടുപേരും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ്. ജനറലി ഇതുപോലെയുള്ള സെക്ടറിൽ നന്നായി പ്ലാൻ ചെയ്താണ് എല്ലാവരും പോവാറ്. നിങ്ങൾ ഇതിൽ കലക്കി, എന്നിട്ട് വളരെ നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഉണ്ടാക്കിയത്. താങ്ക് യു. നിങ്ങളുടെ കയ്യിൽ 1.5 കോടി പ്ലഡ്ജ് ഉണ്ടെന്നാണല്ലോ ഞങ്ങളോട് പറഞ്ഞത്. ഇതേ വാല്യുവേഷനിൽ ഞാൻ നിങ്ങൾക്ക് 25 lakhs തരാൻ തയ്യാറാണ്. താങ്ക് യു സോ മച്ച് മാം. എന്ന് വെച്ചാൽ 2.25%. 2.25%ന് 25 ലക്ഷം രൂപ. ഇതാണ് ശൈലി നൽകിയിരിക്കുന്ന ഓഫർ. ഇനി നിങ്ങൾ പറയൂ, ഈ ഓഫർ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾ നല്ലോണം ആലോചിച്ചോളൂ. We are happy with your offer. We would like to have you on board. ഓക്കെ, എങ്കിൽ കൈ കൊടുത്തോളൂ. താങ്ക് യു. ഇനി എല്ലാ ഡ്രിങ്ക്സും നമുക്ക് ഫ്രീ ആയിട്ട് ഇനി കിട്ടും. വരൂ, കൈ കൊടുത്തോളൂ. വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻ. Thank you, ma'am. Thank you so much. വെരി നൈസ്. Thank you.